ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ആർട്ട്, ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സുമാണ് നോക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് വരാൻ ചാൻസ് ഉള്ളത് എന്നത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമുക്കറിയാം ആർട്ട്, ഹെൽത്ത്, അതുപോലെ തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എല്ലാം കൂടെ ഒരു പേപ്പറായിട്ടാണ് വരുന്നത്. ഒന്നാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഹെൽത്തി ഫുഡ് ഹാബിറ്റ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആരോഗ്യകരമായ ഭക്ഷണശീലത്തിൽ ഉൾപ്പെടുന്നത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈറ്റിംഗ് ജങ്ക് ഫുഡ്, ഡ്രിങ്കിങ് സോഫ്റ്റ് ഡ്രിങ്ക്സ് റെഗുലർലി, ഓവർ ഈറ്റിംഗ് ഇൻക്ലൂഡിങ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇൻ ഡയറ്റ്. അതായത് ജങ്ക് ഫുഡ് കഴിക്കുന്നത്, സ്ഥിരമായിട്ട് സോഫ്റ്റ് ഡ്രിങ്കുകൾ കുടിക്കുന്നത്, അമിതമായ ഭക്ഷണം കഴിക്കുന്നത്, പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഭക്ഷണശീലം എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ്, അഥവാ ഇൻക്ലൂഡിങ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇൻ ഡയറ്റ്. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതാണ്. രണ്ടാമത്തെ ചോദ്യം, ഡാഷ് ഈസ് എ ഫിസിക്കൽ ആക്ടിവിറ്റി ഫോർ പ്ലഷർ, ഫൺ ആൻഡ് എൻജോയ്മെൻറ്റ്. ഉല്ലാസത്തിന് വേണ്ടി ഏർപ്പെടുന്ന കായിക പ്രവൃത്തിയാണ് ഡാഷ്. ഏതാണ്? കായിക വിനോദം അഥവാ സ്പോർട്സ് ആൻഡ് ഗെയിംസ് എന്ന് പറയുന്നതാണ്. മൂന്നാമത്തത്, വാട്ട് ഈസ് കൂളിംഗ് ഡൗൺ ആക്ടിവിറ്റി? എന്താണ് കൂളിംഗ് പ്രവൃത്തി എന്ന് പറഞ്ഞാൽ? കൂളിംഗ് ഡൗൺ ആക്ടിവിറ്റി, റിട്ടേണിംഗ് ഓഫ് ദ ബോഡി ടു നോർമൽ സ്റ്റേജ് ആഫ്റ്റർ എ ഫിസിക്കൽ ആക്ടിവിറ്റി ഈസ് കൂളിംഗ് ഡൗൺ. അഥവാ കഠിനമായ കായിക പ്രവർത്തനത്തിന് ശേഷം ശരീരത്തെ സാധാരണ സ്ഥിതിയിലേക്ക് തിരികെ എത്തിക്കുന്ന പ്രവർത്തനമാണ് കൂളിംഗ് ഡൗൺ എന്ന് പറയുന്നത്. ഒന്നുകൂടെ വായിക്കാം. റിട്ടേണിംഗ് ഓഫ് ദ ബോഡി ടു നോർമൽ സ്റ്റേജ് ആഫ്റ്റർ എ ഫിസിക്കൽ ആക്ടിവിറ്റി ഈസ് കൂളിംഗ് ഡൗൺ. കഠിനമായ കായിക പ്രവർത്തനത്തിന് ശേഷം ശരീരത്തെ സാധാരണ സ്ഥിതിയിലേക്ക് തിരികെ എത്തിക്കുന്ന പ്രവർത്തനമാണ്. ഇനി നാലാമത്തെ ചോദ്യമാണ്, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ദാറ്റ് ക്യാൻ ബി ഗെയിൻഡ് ത്രൂ സ്പോർട്സ്? കളികളിലൂടെ കൈവരിക്കാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? എൻജോയ്മെൻറ്റ്, ഇൻക്രീസ് ഫിസിക്കൽ ഫിറ്റ്നസ്, ഇൻക്രീസ് കോപ്പറേഷൻ ആൻഡ് കോൺസെൻട്രേഷൻ, മേക്ക് ഫ്രണ്ട്സ്, ആനന്ദമുണ്ടാക്കുന്നു, കായികക്ഷമത നേടുന്നു, പരസ്പരം സഹകരണവും ശ്രദ്ധയും വർദ്ധിക്കുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ സ്പോർട്സ് ആക്ടിവിറ്റി അല്ലെങ്കിൽ കളികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അഞ്ചാമത്തേത്, the state in which we keep our body in a static manner is called dash. അത് ശരിയായ രീതിയിൽ ശരീരങ്ങൾ നിശ്ചലാവസ്ഥയിൽ വെക്കുന്നതിന് ഡാഷ് എന്ന് പറയുന്നു. ശരീരങ്ങൾ ശരിയായ രീതിയിൽ നിശ്ചലാവസ്ഥയിൽ വെക്കുന്നതിന് ഡാഷ് എന്ന് പറയുന്നു. എന്താ പറയുന്നത്? നിശ്ചല ശരീര സംസ്ഥിതി അഥവാ സ്റ്റേറ്റിക് പോസ്ചർ എന്ന് പറയുന്നു. Okay, the state in which we keep our body in a static manner is called static posture. 6th ആക്ടിവിറ്റി ആണ്, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഗുഡ് സ്ലീപ്പ്? നല്ല ഉറക്കം കിട്ടുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? എന്ത് ഗുണമാണുള്ളത്? അഡ്വക്കേറ്റ് സ്ലീപ്പ് ഈസ് നെസസറി ഫോർ ഗുഡ് ഹെൽത്ത്, ബ്രെയിൻ ഫങ്ഷൻ, തിങ്കിങ് എബിലിറ്റി ആൻഡ് മെമ്മറി പവർ. മികച്ച ആരോഗ്യത്തിനും ശരീര വളർച്ചയ്ക്കും തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും ചിന്താശേഷി, ഓർമ്മശക്തി എന്നത് വർദ്ധിപ്പിക്കുന്നതിനും നല്ല ഉറക്കം ആവശ്യമാണ്. അപ്പോൾ നന്നായിട്ട് ഉറങ്ങണം എന്നർത്ഥം, പക്ഷെ പഠനം കഴിഞ്ഞിട്ട് ഉറങ്ങിയാൽ മതി. ഏഴാമത്തേത്, റൈറ്റ് എ നോട്ട് ഓൺ ഗുഡ് ഹാബിറ്റ്സ്. നല്ല ആഹാരശീലങ്ങൾ എന്തെല്ലാം? കുറിപ്പ് തയ്യാറാക്കുക. എന്താണ് നല്ല ആഹാരശീലങ്ങൾ എന്ന് പറയുന്നത്? ഡു നോട്ട് സ്കിപ്പ് ബ്രേക്ക്ഫാസ്റ്റ്, അവോയ്ഡ് ജങ്ക് ഫുഡ് ആസ് മച്ച് ആസ് പോസിബിൾ, chew your food slowly, eat 2-3 hours before going to bed, eat snacks such as fruits and vegetables at intervals. പ്രഭാത ഭക്ഷണം ഒഴിവാക്കാതിരിക്കുക, ജങ്ക് ഫുഡ് പരമാവധി ഒഴിവാക്കുക, ആഹാരം സാവധാനം ചവച്ചരച്ച് കഴിക്കുക, ഉറങ്ങുന്നതിന് 2 മുതൽ 3 മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിക്കുക, പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും തുടങ്ങിയ ലഘുഭക്ഷണങ്ങൾ ഇടവേളകളിൽ കഴിക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത്. ഇനി 8ാമത്തെ ചോദ്യം, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് റെസ്റ്റ്. വിശ്രമത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഒരു ലഘുകുറിപ്പ് തയ്യാറാക്കുക. റെസ്റ്റ് ഈസ് വൈറ്റൽ ഫോർ ബെറ്റർ മെൻ്റൽ ഹെൽത്ത്, ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ ആൻഡ് മെമ്മറി, എ ഹെൽത്തിയർ ഇമ്മ്യൂൺ സിസ്റ്റം, റെഡ്യൂസ്ഡ് സ്ട്രെസ് ആൻഡ് ഇംപ്രൂവ്ഡ് പോസിറ്റീവ് എനർജി. അഥവാ നല്ല ആരോഗ്യം, ശ്രദ്ധ, ഓർമ്മശക്തി, രോഗപ്രതിരോധ ശേഷി, നല്ല മാനസികാവസ്ഥ എന്നിവ വർദ്ധിപ്പിക്കാനും മാനസിക പിരിമുറുക്കം കുറക്കാനും വിശ്രമം സഹായിക്കും. അപ്പോൾ വിശ്രമം നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായ ഒന്ന് തന്നെയാണ്. 9ാമത്തെ ചോദ്യം, വിച്ച് ടീം വോൺ ദ 2020 വേൾഡ് കപ്പ് ഇൻ 2024? 2024 നടന്ന
2020 ക്രിക്കറ്റ് വേൾഡ് കപ്പ് ജയിച്ച ടീം എന്ന് പറയുന്നത് ഏതാണ്? അഥവാ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മുടെ ഈ ഒരു പേപ്പറിൽ വരാറുണ്ട്. അപ്പോൾ കൂട്ടുകാർ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ കറൻറ്റ് അഫെയർസൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഉത്തരം എന്താണ്? ഇന്ത്യയാണ് ജയിച്ചിട്ടുള്ളത്. ഇനി 10ാമത്തെ ചോദ്യമാണ്, വിച്ച് വാസ് ദ ലാസ്റ്റ് പിക്ചർ ഡ്രോൺ ബൈ ദ ആർട്ടിസ്റ്റിക് എഡ്മണ്ട് തോമസ് ക്ലൈൻറ്റ്? എഡ്മണ്ട് തോമസ് ക്ലൈൻറ്റ് എന്ന ചിത്രകാരൻ വരച്ച അവസാനത്തെ ചിത്രം ഏതാണ്? ഏത് ചിത്രമാണ്? വേവ്സിൻ്റെ ചിത്രമായിരുന്നു, തിരമാലയുടെ ചിത്രമായിരുന്നു. 11th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് റെയിൻബോ ഡയറ്റ്? എന്താണ് റെയിൻബോ ഡയറ്റ് എന്ന് പറഞ്ഞാൽ? ആൻസർ, ഡിസീസസ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ ഡെയിലി ഇൻടേക്ക് ഓഫ് കളർഫുൾ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ലൈക്ക് ദോസ് ഫുഡ് ദ റെയിൻബോ. മഴവില്ലിലുള്ളതുപോലെ പല നിറങ്ങളുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നിത്യവും ഉപയോഗിക്കുന്നതിലൂടെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും അസുഖങ്ങൾ തടയുവാനും സാധിക്കുന്നു. ഇതിനെയാണ് റെയിൻബോ ഡയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി 12ാമത്തെ ചോദ്യം, നെയിം ദ പേഴ്സൺസ് ഹൂ സ്ക്രീൻഡ് എ മൂവി ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ വേൾഡ്. നെയിം ദ പേഴ്സൺസ് ഹൂ സ്ക്രീൻഡ് എ മൂവി ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ വേൾഡ്. ചലച്ചിത്രം ആദ്യമായി പ്രദർശിപ്പിച്ച വ്യക്തികളുടെ പേര് എഴുതാനാണ് പറയുന്നത്. ആരാണ്? ലൂമിയർ ബ്രദേഴ്സ് ആണ്. ഓക്കെ. 13th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സൂമിങ്? എന്താണ് സൂമിങ് എന്ന് പറഞ്ഞാൽ? Zooming is the technique of showing a distant object is a closer view using the lens without moving the camera. ക്യാമറ മുന്നോട്ട് നീക്കാതെ ലെൻസ് ഉപയോഗിച്ച് വിദൂരതയിലുള്ള ഒരു വസ്തുവിനെ സമീപ ദൃശ്യമായി കാണിക്കുന്നതിനെയാണ് സൂമിങ് എന്ന് പറയുന്നത്. ഓക്കെ. 14, വാട്ട് ഈസ് എ ഫ്ലിപ്പ് ബുക്ക്? ഫ്ലിപ്പ് ബുക്ക് എന്നാൽ എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എ ഫ്ലിപ്പ് ബുക്ക് ഈസ് എ ബുക്ക് വിത്ത് എ സീരീസ് ഓഫ് പിക്ചേഴ്സ് ദാറ്റ് അപ്പിയർ ടു മൂവ് ആസ് യു ടേൺ ദ പേജ് അറ്റ് എ സ്റ്റഡി സ്പീഡ് ഫ്രം വൺ പേജ് ടു ദ നെക്സ്റ്റ്. ഒരു പേജിൽ നിന്ന് അടുത്ത പേജിലേക്ക് ക്രമമായി വേഗതയോടെ പേജ് മറിക്കുമ്പോൾ ചലനം ദൃശ്യമാകുന്ന ചിത്ര പരമ്പരയുള്ള പുസ്തകമാണ് ഫ്ലിപ്പ് ബുക്ക് എന്ന് പറയുന്നത്. ഒന്നുകൂടെ വായിക്കാം. എ ഫ്ലിപ്പ് ബുക്ക് ഈസ് എ ബുക്ക് വിത്ത് എ സീരീസ് ഓഫ് പിക്ചേഴ്സ് ദാറ്റ് അപ്പിയർ ടു എ മൂവ് ആസ് യു ടേൺ ദ പേജസ് അറ്റ് എ സ്റ്റഡി സ്പീഡ് ഫ്രം വൺ പേജ് ടു ദ നെക്സ്റ്റ്. ഒരു പേജിൽ നിന്ന് അടുത്ത പേജിലേക്ക് ക്രമമായി വേഗതയോടെ പേജ് മറിക്കുമ്പോൾ ചലനം ദൃശ്യമാകുന്ന ചിത്ര പരമ്പരയുള്ള പുസ്തകമാണ് ഫ്ലിപ്പ് ബുക്ക് എന്ന് പറയുന്നത്. 15ാമത്തെ ചോദ്യം, റൈറ്റ് എ ലിസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ഫ്രം വിച്ച് വി ക്യാൻ മേക്ക് ഹാൻഡിക്രാഫ്റ്റ്. കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാൻ പറ്റിയ വസ്തുക്കൾ ഏതൊക്കെയാണെന്നൊന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയിൽ നിന്ന് നമുക്ക് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും? നമുക്ക് ക്ലേ, കോക്കനട്ട് ഷെല്ല്, വേസ്റ്റ് മെറ്റീരിയൽസ്, പേപ്പർ, വുഡൻ പീസസ്, ബാമ്പു അഥവാ കളിമണ്ണ്, ചിരട്ട, പാഴ്വസ്തുക്കൾ, പേപ്പർ, തടിക്കഷ്ണങ്ങൾ, മുള ഇതിൽ നിന്നെല്ലാം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. 16, വിച്ച് മെത്തേഡ് ഓഫ് അഗ്രികൾച്ചർ ഈസ് യൂസ്ഡ് ടു ഒബ്റ്റെയിൻ മോർ ഈൽഡ് ഫ്രം ലിമിറ്റഡ് സ്പേസ്? അഥവാ ഇത്തിരി ഇടത്തിൽ നിന്നും ഒത്തിരി വിളവ് ലഭിക്കാൻ ഉപയോഗിക്കുന്ന കൃഷി രീതി ഏത്? ചെറിയ സ്ഥലമേ ഉള്ളൂ എങ്കിൽ അവിടെ നമുക്ക് ഏത് കൃഷി രീതിയാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുക? ഏതാണ്? ഗ്രോ ബാഗ് കൾട്ടിവേഷൻ ആണ്, ഗ്രോ ബാഗ് കൃഷി. 17, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രോ ബാഗ് കൾട്ടിവേഷൻ? ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ലെസ് സ്പേസ്, നോ വേസ്റ്റേജ് ഓഫ് വാട്ടർ, എഫക്റ്റീവ് ഫെർട്ടിലൈസേഷൻ, ലെസ് കോസ്റ്റ്, ലെസ് പെസ്റ്റ് അറ്റാക്ക്, ഈസി ഹാർവസ്റ്റിംഗ്. അഥവാ സ്ഥലം കുറച്ച് മതി, വെള്ളം പാഴാകുന്നില്ല, വളപ്രയോഗം ഫലപ്രദമായിട്ട് നടത്താൻ വേണ്ടി പറ്റും, ചിലവ് കുറവാണ്, കീടശല്യം കുറവാണ്, വിളവെടുപ്പ് വളരെ എളുപ്പവുമാണ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഗ്രോ ബാഗ് കൃഷി ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങളാണ്. അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. നമ്മളിതിൽ 3 സെക്ഷനിലെയും ക്വസ്റ്റ്യൻസ് കുറച്ച് എടുത്തിട്ടാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. പാഠഭാഗം കൂട്ടുകാർ നന്നായിട്ട് പഠിക്കുക. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ അതും കൂടി പോയി കാണുക. എല്ലാവരും നന്നായിട്ട് പഠിച്ച് നല്ല എക്സാമിനെ വാങ്ങിക്കുക. എല്ലാവർക്കും A+ തന്നെ കിട്ടട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.